എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനീഷ മുരളി, കൊല്ലം ചന്ദനത്തോപ്പ് ആയുർദാം വൈദ്യമഠം എന്ന ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം കഴുത്ത് വേദനയെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തിൽ കഴുത്ത് വേദന അനുഭവിച്ചിട്ടുള്ളവരാണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം. മലയാളികൾ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ കുളിക്കുന്നവരാണ്. ഒരു സന്ധ്യയ്ക്ക് കുളിക്കുന്ന ആൾക്കാർ, വിളക്ക് കത്തിക്കണം എന്നുള്ള പേരിലോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്നുള്ള പേരിലോ സന്ധ്യയ്ക്ക് ശേഷം കുളിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അങ്ങനെയുള്ളവർക്ക് തലനീരിറക്കം എന്നൊരു അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ തലനീരിറക്കം കൊണ്ട് നമുക്ക് പെടലി വേദന ഉണ്ടാകാം. ആ പെടലി വേദന നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകും. അത് ചെറിയ പനിയായിട്ടോ ടെമ്പറേച്ചർ കൂടുകയോ ചെവി വേദനയോ ഒക്കെ ആയിട്ട് മാറാം. അത് ഒന്നാമത്തെ ടൈപ്പിലുള്ള കഴുത്ത് വേദന. രണ്ടാമത്തെ ടൈപ്പ് നമ്മുടെ ഓഫീസ് സംബന്ധമായി കുറച്ചധികം സമയം നമ്മൾ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മോണിറ്ററിലോ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കണ്ടിന്യൂസ് ലാപ്ടോപ്പിലോ മോണിറ്ററിലോ നോക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു പെടലി വേദനയുണ്ട്. അത് നമ്മുടെ പെടലിയിലെ ചെറിയ എല്ലുകളുണ്ട്, നട്ടെല്ലിൻ്റെ ഭാഗമായ ചെറിയ എല്ലുകളുണ്ട്. ആ എല്ലിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന പെടലി വേദനയാണ്. ആ എല്ലുകളുടെ ഇടയിൽ ചെറിയ അകൽച്ച ഉണ്ടാകുമ്പോൾ അവിടെ ചെറിയ നീർക്കെട്ടുണ്ടാവുകയും അങ്ങനെ ഉണ്ടാകുന്ന പെടലി വേദനയായിരിക്കും ഓഫീസിൽ അധിക സമയം ഇരിക്കുന്നവർക്കുണ്ടാകുന്നത്. പിന്നെ അടുത്ത ഒരു ടൈപ്പിലുള്ള പെടലി വേദന പൊക്കം കൂടിയ തലയണ ഉപയോഗിക്കുന്നത് കൊണ്ട് വരുന്നതാണ്. സ്ഥിരമായി പൊക്കം കൂടിയ തലയണ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പെടലിയിലെ എല്ലുകൾക്ക് തമ്മിൽ ചെറിയ അകൽച്ച ഉണ്ടാവുകയും അവിടുത്തെ ഞരമ്പുകൾ അമങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അമങ്ങുന്നത് കൊണ്ട് കൈകളിലേക്കും വേദന ഉണ്ടാവുകയും അങ്ങനെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് പെടലി വേദനയുമുണ്ട്. പിന്നെ സ്ഥിരമായി നമ്മൾ ഈസി ചെയറിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവിടെയും നമ്മൾ കഴുത്ത് പൊക്കി വെച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥകളിലും ഈ നട്ടലുകൾക്കിടയിൽ അകൽച്ചയുണ്ടായി അവിടുത്തെ ഞരമ്പുകൾ അമർന്നിട്ട് അങ്ങനെ ഒരു ടൈപ്പ് പെടലി വേദനയും വരാറുണ്ട്. ഇതിനെല്ലാം നമ്മുടെ ജീവിത രീതികളിൽ ഒരു വ്യത്യാസം വരുത്തുന്നത് നന്നായിരിക്കും. സ്ഥിരമായി പൊക്കം കൂടിയ തലയണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ തലയണ ഒന്ന് മാറ്റി പൊക്കം കുറഞ്ഞ തലയണയാക്കുകയും ഭാവിയിൽ ആ തലയണയും മാറ്റി പൊക്കം ഒട്ടുമില്ലാത്ത തലയണ എന്നുള്ള രീതിയിലേക്കും പിന്നെ തലയണ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന രീതിയിലേക്കും ഉണ്ടായാൽ തന്നെ നമ്മുടെ പെടലി വേദന ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അതുപോലെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് ഒന്ന് പെടലി മസാജ് ചെയ്യുകയും പെടലിക്ക് ചെറിയ എക്സസൈസുകൾ കൊടുക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ചെറിയ യോഗാസനങ്ങൾ, പെടലിക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന ചെറിയ യോഗാസനങ്ങളുണ്ട്. അവയൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. അതുപോലെ സ്ഥിരമായി നമ്മൾ കമ്പ്യൂട്ടറോ മോണിറ്ററോ നോക്കുന്നവരാണെങ്കിൽ ഈ നോക്കുന്ന അരമണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് എന്നുള്ള നിലയിൽ പെടലിക്ക് ഒരു എക്സസൈസ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി അടുത്ത ഒരു രീതി നമ്മൾ പറഞ്ഞത് വൈകുന്നേരങ്ങളിൽ കുളിക്കുന്നവരുടെ കാര്യമാണ്. സ്ഥിരമായി വൈകിട്ട് സന്ധ്യയ്ക്ക് കുളിക്കുന്ന ആൾക്കാർ അതൊന്ന് മാറ്റി 3 മണിക്ക് മുന്നേ കുളിക്കാൻ ശ്രമിക്കുക. അതായത് വെയിൽ താഴുന്നതിന് മുന്നേ നമ്മൾ വൈകിട്ടലത്തെ കുളി നടത്തുക. അതായത് ഒരു 3 മണിക്ക് മുന്നേ തന്നെ നമ്മൾ കുളിക്കാൻ ശ്രമിക്കുക. 3 മണിക്ക് ശേഷം കുളിക്കുകയാണെങ്കിൽ തലയിൽ രാസനാദിപ്പൊടി പോലെ, അതായത് വെള്ളം ഈർപ്പം വലിച്ചെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചൂർണ്ണങ്ങൾ തലയിൽ ഇടുന്നത് നന്നായിരിക്കും. രാസനാദിപ്പൊടി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ അലർജി പോലെയുള്ള പ്രശ്നങ്ങളെ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താനും സാധിക്കുന്നുണ്ട്. പെടലി വേദന ഉള്ളപ്പോൾ തലനീരിറക്കത്തിൻ്റെ പെടലി വേദനയാണെങ്കിൽ ചെറിയ എണ്ണ ഉപയോഗിച്ചൊക്കെ മസാജ് ചെയ്താൽ അതങ്ങ് മാറുകയും നമ്മുടെ ഈ കുളിയുടെ സമയം ഒന്ന് മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു പരിധി വരെ മാറ്റി നിർത്താൻ സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് മോണിറ്ററിൽ അധിക സമയം നോക്കിയിരിക്കുന്നവർക്ക് നമ്മുടെ നട്ടെല്ലിൻ്റെ ആ എല്ലുകളിൽ വരുന്ന വ്യതിയാനം കൊണ്ടുള്ള പെടലി വേദന അത് നമുക്ക് എക്സസൈസിലൂടെ മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ. സ്ഥിരമായി എക്സസൈസ്, പെടലിക്കുള്ള എക്സസൈസ് ചെയ്ത് കൊടുക്കുക. വ്യായാമ മുറകൾ ഓരോന്നുമുണ്ട്, അത് സ്ഥിരമായി ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഴുത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യം. കഴുത്ത് ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യുക. 3 തവണ വീതം അങ്ങനെ ചെയ്യുക. ദിവസം രാവിലെയും വൈകിട്ടും അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ കഴുത്ത് മുമ്പോട്ടും പുറകിലോട്ടും ചലിപ്പിച്ച് നമ്മുടെ താടിയിൽ നെഞ്ചത്ത് മുട്ടുന്ന രീതിയിലും തിരിച്ച് ബാക്കിലോട്ടും ചലിപ്പിക്കുക. പിന്നെ 2 സൈഡുകളിലേക്കും, ചെവി വന്ന് തോളിൽ മുട്ടുന്ന രീതി 2 സൈഡിലേക്കും നമ്മൾ ചെയ്യുക. ഇത്തരത്തിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പെടലി വേദനയെ മാറ്റി നിർത്താൻ സാധിക്കും. പിന്നെ തലയണയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. തലയണ മാറ്റി വെച്ചിട്ട് നമ്മൾ കിടക്കാൻ ശീലമാക്കുക. അങ്ങനെ കിടക്കുന്നത് കൊണ്ടും പെടലി വേദന ഒഴിവാക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പെടലി വേദന എന്നുള്ള ഒരു അസ്വസ്ഥത നമുക്ക് ഉണ്ടാകാതെ ഇരിക്കും. പെടലി വേദന കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ എനിക്കറിയാം. അവർക്ക് ഛർദിൽ പോലെയോ അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം നമുക്കൊരു പരിധി വരെ മാറ്റി നിർത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ആരോഗ്യപൂർണ്ണമായ ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.